ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വൃദ്ധന്മാരെ കൊണ്ട് തോറ്റു, ഇവരെ വിശ്വസിക്കാൻ പാടില്ല എന്ന ആശയം പങ്കുവയ്ക്കുന്ന ഒരു ആർട്ടിക്കിൾ. ആ ആർട്ടിക്കിളാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം. വായിക്കാം. യുദ്ധം അവസാനിച്ചിട്ടില്ല എങ്കിലും ഒരു നീണ്ട ചോക്കുകൊണ്ട് മാത്രം വാമൊഴിയായി സമ്മതിച്ച ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ ഏത് നിമിഷവും കീറിമുറിക്കപ്പെടാം. ആക്രമണാത്മകമായ ഒരു ദിവ്യാധിപത്യ ഭരണകൂടം ഇപ്പോഴും ടെഹ്റാനിൽ അധികാരത്തിൽ തുടരുന്നു. ജെറുസലേമിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. വാഷിംഗ്ടണിൽ തന്റെ പൊങ്ങച്ചം മാത്രം കൊണ്ട് മണ്ടത്തരം കാണിക്കുന്ന ഒരു പ്രസിഡന്റ് സമാധാനം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് വാചാലനാകുന്നു. പക്ഷെ ചുമതലയേറ്റ കോപാകുലരായ വൃദ്ധർ ഒന്നും പഠിച്ചിട്ടില്ല. അതേസമയം നൂറുകണക്കിന് സാധാരണക്കാർ മരിച്ചു, ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു, ദശലക്ഷക്കണക്കിന് ആളുകൾ ഭയചകിതരായി. യുദ്ധം അവസാനിച്ചു. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയും പ്രധാന യുദ്ധക്കൊതിയനുമായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യുദ്ധം അവസാനിച്ചു എന്ന് നിഷ്കളങ്കർ മാത്രം വിശ്വസിക്കുന്നതൊഴിച്ചാൽ ട്രംപ് പറയുന്നത് ശരിയാണെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു, ഗുരുതരമായി തകർന്നു എന്ന് തോന്നുന്നു. അതിന്റെ ആണവ പരിജ്ഞാനവും സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ പിടികിട്ടാത്ത ശേഖരവും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. പുനർനിർമ്മാണത്തിന്റെ യഥാർത്ഥമോ സാങ്കല്പികമോ ആയ ആദ്യ സൂചനയിൽ നെതന്യാഹുവും കൂട്ടാളികളും തീർച്ചയായും വീണ്ടും ആക്രമിക്കും. ട്രംപ് കഴിഞ്ഞ ആഴ്ച അവരെ പിൻവലിച്ചു. എന്നാൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് 3 തവണ മനസ്സുമാറ്റാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് നെതന്യാഹു എന്ന് ഈ ആർട്ടിക്കിൾ പറയുന്നു. ഇറാന്റെ വ്യോമാതിർത്തിയിലുള്ള ആധിപത്യം നെതന്യാഹു അപ്രതീക്ഷിതമായ എളുപ്പത്തിൽ ഉപേക്ഷിക്കുമെന്ന് ആരാണ് ഗൗരവമായി വിശ്വസിക്കുന്നത്? പുതിയ ആക്രമണങ്ങൾ രാഷ്ട്രീയമായി പ്രയോജനകരമാണെങ്കിൽ ഇറാനെ വീണ്ടും ലക്ഷ്യം വെക്കാനുള്ള പ്രലോഭനത്തെ ചെറുക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തോന്നുന്നില്ല. ഒരു പെട്ടെന്നുള്ള തിരഞ്ഞെടുപ്പിന്റെ സാധ്യത നെതന്യാഹു ഇപ്പോൾ തൂക്കി നോക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. 2023 ഒക്ടോബർ 7 തന്റെ പരാജയങ്ങളെയും ഹമാസ് ബന്ദികളെ ഉപേക്ഷിച്ചതിന്റെയും തന്റെ ഇറാൻ ചൂഷണങ്ങൾ മറയ്ക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു മാതൃകയുണ്ട്. ഗാസ വെടിനിർത്തൽ ഏകപക്ഷീയമായി തകർത്ത മാർച്ച് മുതൽ നെതന്യാഹു പ്രദേശം കീഴടക്കാൻ ശ്രമിച്ചു. ഗാസ ഭക്ഷ്യകേന്ദ്രങ്ങൾക്കും വെസ്റ്റ് ബാങ്കിലെ പട്ടണങ്ങൾക്കും ചുറ്റുമുള്ള ആവർത്തിച്ചുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെയും കുടിയേറ്റക്കാരുടെയും അതിക്രമങ്ങളിൽ പലസ്തീൻ സിവിലിയന്മാർ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. റാഫ പോലുള്ള സ്ഥലങ്ങളിൽ ബ്ലഡി സൺഡേ മിക്കവാറും എല്ലാ ദിവസവും നടക്കുന്നു. ലബനനിലും സിറിയയിലും ഇസ്രായേൽ ശിക്ഷയില്ലാതെ ബോംബുകൾ വർഷിച്ചിട്ടുണ്ട്. നെതന്യാഹുവിന്റെ സൈനിക ഗ്രൈൻഡർ ഒരിക്കലും നിർത്തുന്നില്ല. ഇറാനുമായി അദ്ദേഹം വ്യത്യസ്തനായിരിക്കും എന്ന് സങ്കല്പിക്കുന്നത് എന്തുകൊണ്ട്? അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പാശ്ചാത്യ സംഘർഷങ്ങൾ പോലുള്ള ശാശ്വത യുദ്ധങ്ങളെ മിക്ക ആളുകളും അപലപിക്കുന്നു. നെതന്യാഹു അല്ല, സമാധാനമാണ് അദ്ദേഹത്തിന്റെ ശത്രു. എന്നേക്കുമായി യുദ്ധം അദ്ദേഹത്തെ അധികാരത്തിലും ശ്രദ്ധാകേന്ദ്രത്തിലും ജയിലിൽ നിന്ന് പുറത്തും നിലനിർത്തുന്നു. വ്ളാഡിമിർ പുടിനെ പോലെ ആഭ്യന്തര പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനും എതിരാളികളെ മറികടക്കുന്നതിനുമുള്ള ഒരു അവസരമായിട്ടാണ് അദ്ദേഹം തുടർച്ചയായ യുദ്ധത്തെ കാണുന്നത്. അവസാനിക്കാത്ത ഭരണകൂടാക്രമം ജനാധിപത്യത്തിനും നിയമസാധുതയ്ക്കും നല്ല ഭരണത്തിനും മാരകമാണ്. ഇക്കാര്യത്തിൽ അമേരിക്കക്കാരും വിഷമിക്കേണ്ടതുണ്ട്. ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനവും സമാനമായ ഒരു പാതയിലാണ്. അദ്ദേഹത്തിന്റെ എന്നേക്കുമായ യുദ്ധം ഉള്ളിലെ ശത്രുവിന് എതിരെയാണ്. തിന്മയും അടിച്ചമർത്തലും നിറഞ്ഞൊരു ഭരണകൂടത്തിനെതിരെ എഴുന്നേൽക്കാൻ ഇറാനിയൻ പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ നെതന്യാഹു നടത്തിയിട്ടും അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം കാര്യമാക്കുന്നില്ല. സാമ്രാജ്യത്വ ശക്തികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇസ്രയേലിന്റെ തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്താത്തതും ഇഷ്ടാനുസരണം ശിക്ഷിക്കപ്പെടാവുന്നതുമായ സ്ഥിരമായി ദുർബലവും വിഭജിക്കപ്പെട്ടതും അധപ്പതിച്ചതുമായ ഒരു രാജ്യം. ഇറാനിയൻ ആകാശങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെയും രഹസ്യ സൈബർ ആക്രമണങ്ങൾ, അട്ടിമറികൾ, കൊലപാതകങ്ങൾ എന്നിവ പിന്തുടരുന്നതിലൂടെയും ദുർബലമായ ഇറാനെ അനിശ്ചിതമായി തടഞ്ഞു നിർത്താൻ ഇസ്രയേലിന് കഴിയും. അല്ലെങ്കിൽ നെതന്യാഹു കണക്ക് കൂട്ടിയേക്കാം. യുദ്ധം അവസാനിച്ചു. ടെഹ്റാനിൽ അല്ലെങ്കിലും ഭരണമാറ്റത്തെക്കുറിച്ചും ഇസ്രയേൽ പ്രമുഖ സഖ്യകക്ഷികളെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ചുമുള്ള സംസാരത്തിൽ അസ്വസ്ഥനായ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി സ്വന്തം ജനങ്ങൾക്കെതിരെ മറ്റൊരു യുദ്ധം നടത്താൻ തന്റെ ബങ്കറിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. സുരക്ഷാ നടപടികളിൽ നൂറുകണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരോപിക്കപ്പെടുന്ന ചാരന്മാരെ വധിച്ചു. അതിജീവിക്കാൻ മുല്ലമാർ ഇപ്പോൾ മുൻപൊരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തേക്കാം. രഹസ്യമായി ഒരു ആണവായുധം നിർമ്മിക്കാൻ മത്സരിക്കുകയോ അല്ലെങ്കിൽ ഉത്തര കൊറിയയിൽ നിന്ന് ഷെൽഫിൽ നിന്നൊന്ന് വാങ്ങുകയോ ചെയ്യുക. സത്യത്തിൽ ഇറാന്റെ വെറുപ്പുളവാക്കുന്ന ഭരണകൂടം പതനത്തിന്റെ അടുത്തുപോലും എത്തിയില്ല എന്നാണ് ഈ ആർട്ടിക്കിളിൽ വിലയിരുത്തുന്നത്. എന്തായാലും ഇസ്രയേലിന്റെ ബോംബുകൾ പൊതുജന പിന്തുണയും ദേശസ്നേഹ വികാരവും സംയോജിപ്പിച്ചു. ഒരു നുണയുടെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ആക്രമിക്കപ്പെട്ടത്. US ഇന്റലിജൻസോ UNO നെതന്യാഹുവിന്റെ ആയുധം നിർമ്മിക്കുകയാണ് എന്ന അവകാശവാദത്തെ പിന്തുണച്ചില്ല. യൂറോപ്യൻ സർക്കാരുകൾ ബോംബാക്രമണത്തെ അപലപിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഈ വസ്തുതകൾ പടിഞ്ഞാറിനോടുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ഇറാൻ US ഉപരോധങ്ങളിൽ നിന്ന് ആശ്വാസം ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സമ്മതിച്ചേക്കാം. പക്ഷേ അതിന്റെ ഭാവി ആണവ പ്രവർത്തനങ്ങളെയല്ല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇൻസ്പെക്ടർമാരുമായുള്ള സഹകരണം അവർ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങൾ നിരസിച്ചുകൊണ്ട് ടെഹ്റാൻ കാലക്രമേണ അസമമായ സംഘർഷം സംഗ്രഹിക്കുകയും പ്രാദേശിക നിഴൽ യുദ്ധങ്ങൾ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തേക്കാം. ട്രംപിനും യുദ്ധം അവസാനിച്ചിട്ടില്ല.
അറിയില്ല. എന്നിരുന്നാലും സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന്റെ വ്യാമോഹങ്ങളിൽ വഞ്ചിതനായി, അങ്ങനെയാണെന്ന് അദ്ദേഹം കരുതിയേക്കാം, ഉക്രൈനിലെയും ഗാസയിലെയും പോലെ തന്റെ ആവേശഭരിതവും ചിന്താശൂന്യവും വിവരമില്ലാത്തതുമായ ഇടപെടലുകൾ ലോകത്തെ കൂടുതൽ അപകടകരമാക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ യുഎസിന് ഒഴിഞ്ഞു മാറുന്നത് അദ്ദേഹം ബുദ്ധിമുട്ടാക്കി. പേൾ ഹാർബറിനെ അനുസ്മരിപ്പിക്കുന്ന ഇറാനെതിരായ അദ്ദേഹത്തിന്റെ ഒളിഞ്ഞുനോട്ട ആക്രമണം UN ചാർട്ടറിന്റെ ലംഘനമാണ്. കൂടാതെ നിയമവിരുദ്ധമായ ആക്രമണത്തെ ന്യായീകരിക്കാൻ തെമ്മാടി രാജ്യങ്ങളെ സഹായിക്കും. ക്രിമിനൽ യുദ്ധമെന്ന് ആരോപിക്കപ്പെടുന്ന നെതന്യാഹുവിനെ സഹായിക്കുകയും ചെയ്യുന്നത് തുടരുന്നതിലൂടെ ട്രംപ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിചാരണയ്ക്ക് സ്വയം തുറന്നുകൊടുക്കുകയാണ്. ട്രംപ് ബഹുമുഖ നയതന്ത്രത്തെ നശിപ്പിച്ചു, യൂറോപ്യൻ സഖ്യകക്ഷികളെ മാറ്റി നിർത്തി അപമാനിച്ചു, പുതുമുഖ ദൂതന്മാരെ ആശ്രയിച്ചു, വിദഗ്ധോപദേശം നിരസിച്ചു. അദ്ദേഹത്തിന്റെ പ്രകടമായ അവിശ്വാസവും ഭീകരമായ അഹങ്കാരവും യുഎസിനെ ആശ്രയിക്കാൻ കഴിയാത്തതിന്റെ അധിക കാരണങ്ങളാണ്. മിഡിൽ ഈസ്റ്റിൽ ഉടനീളം യുദ്ധം വളരെ വൈകിയാണ് നടക്കുന്നത്. ട്രംപ് തൽക്ഷണ മഹത്വം നേടി നഷ്ടപ്പെട്ടു. ഈ യുദ്ധത്തിന്റെ പൂർണ്ണമായ നിഷ്ഫലതയും അർത്ഥശൂന്യതയും അതിശയിപ്പിക്കുന്നതാണ്. അത് പോസിറ്റീവായ ഒന്നും നേടിയില്ല. അത് ദുരിതത്തിനും നാശത്തിനും അരക്ഷിതാവസ്ഥയ്ക്കും കാരണമായി. അപൂർവമായി മാത്രമേ ക്രൂരമായ ബലപ്രയോഗം സമാധാനപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാറുള്ളൂ. സാധാരണയായി അത് നിലവിലുള്ള പ്രശ്നങ്ങളെ തീപിടിപ്പിക്കുന്നു. ഇവിടെയും അതാണ് സംഭവിച്ചത്. കോപാകുലരായ വൃദ്ധർക്ക് എപ്പോഴാണ് അത് ലഭിക്കുക? ജനാധിപത്യവാദികൾ അവയെ ധിക്കരിക്കാൻ ധൈര്യപ്പെടുന്നതുവരെ. ന്യൂസ് ഡെസ്ക് കർമാൻസ്.